അപ്പോൾ നമ്മുടെ പ്ലസ് വൺ ഇംഗ്ലീഷ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയായിരിക്കണം ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള ഒരു ഫേമസ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഫേമസ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഇപ്പം വേറെ ഏതെങ്കിലും ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയെ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ പുള്ളിയോട് ചോദിക്കാൻ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറയാം. ചില സമയങ്ങളിൽ അതിൻ്റെ റെസ്പോൺസ് എഴുതാൻ പറയാറുണ്ട്. അപ്പം ഇത് അത്യാവശ്യം നിങ്ങൾക്ക് ഏതൊരു ആളിനോട് ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന കോമൺ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇതിനേക്കാളും മികച്ച ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അത് നിങ്ങളുടെ ചോയ്സാണ്. ഓക്കെ, ഇപ്പം ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നോർമലി നമുക്ക് ചോദിക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഫഷനായിട്ട് റിലേറ്റ് ചെയ്തൊരു വ്യക്തിയായിരിക്കും. ഇപ്പോൾ മേ ബി സയൻറ്റിസ്റ്റ് ആവാം, റൈറ്റർ ആവാം, ആക്ടർ ആവാം, ഒക്കെ എന്ത് വേണമെങ്കിലും ആവാം. അപ്പം നമുക്ക് ഒന്നാമത് ചോദിക്കാൻ പറ്റുന്നതാണ് ഹൂ ഇൻസ്പയർഡ് യു ടു ബിക്കം എ ഡാഷ്. അപ്പം ആ ഒരു പ്രൊഫഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പുള്ളി ഇൻസ്പയർ ചെയ്തതാണ്. വാട്ട് ഈസ് എ ടേണിംഗ് പോയിന്റ് ഇൻ യുവർ ലൈഫ്? ദെൻ ഹൂ ഈസ് യുവർ റോൾ മോഡൽ? ഓക്കെ, ഇതൊക്കെ ബേർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഡു യു എൻജോയ് ദിസ് കരിയർ? ഹൗ ഡിഡ് യു അച്ചീവ് യുവർ ഗോൾ? ഓക്കെ, അപ്പം അടുത്ത് ആണെങ്കിൽ എനി ചാലഞ്ചസ് ഇൻ യുവർ ലൈഫ് എന്ന് പറയുന്നത് ഇത് ഈ ക്വസ്റ്റ്യൻസ് ഒന്നല്ല, അത്ര കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ല. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാം. ഓക്കെ, ഹൗ കുഡ് യു ഓവർകം ദ ചാലഞ്ചസ്? ഓക്കെ, വാട്ട് ഈസ് യുവർ മെസ്സേജ് ടു ദ യൂത്ത്? ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ദെൻ അടുത്ത വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്രോജക്റ്റ്? അടുത്ത വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് യുവർ സക്സസ്? ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഈ ക്വസ്റ്റ്യൻസ് ഇതിൽ നിങ്ങൾക്ക് മിനിമം 4-5 ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറയാം. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ 4 ക്വസ്റ്റ്യൻസ് എഴുതാനായിരിക്കും. ഇപ്പോൾ 5 മാർക്കിനാണ് ചോദിക്കുക എന്നുണ്ടെങ്കിൽ 5 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാനായിരിക്കും. ഓക്കെ, മേ ബി ചിലപ്പോൾ ചില ടൈമിൽ എൻ്റെ റെസ്പോൺസ് എഴുതാൻ വേണ്ടി പറയാം, ഉത്തരവ് എഴുതാൻ വേണ്ടി പറയാം. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്റ്റീവായിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം.